ഷിൻജിത എന്ന് പറഞ്ഞ പുള്ളിക്കാരിനെ പോലീസ് പിടിച്ചു. ഓക്കെ, അത് സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരി ദുബായിലെ കരാമേലിക്ക് ചാടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം നമ്മളെ മെൻഷൻ ചെയ്തിട്ടൊക്കെ മറ്റേ കമൻ്റൊക്കെ ഇട്ടേക്കണം. കരാമയിലുള്ളവരൊക്കെ പിടിച്ചു കൊടുക്കണമെന്ന് പോലീസിന്. ദുബായിലത്തെ നിയമം അനുസരിച്ച് ഇങ്ങനത്തെ ഒക്കെ ഒരാൾ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് പോലെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ തൊടാൻ പോലും പറ്റില്ല. പിന്നെയാണ് പിടിച്ചു കൊടുക്കണം. നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം പോലീസിന് വേണമെങ്കിൽ വിളിച്ച് പറയാം ഇങ്ങനെ ഒരാളോട് നിൽക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നാട്ടിലെ പോലെയൊക്കെ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചിടിക്കുക അല്ലെങ്കിൽ പിടിച്ച് വലിച്ചഴിച്ച് പോലീസിന് കൊണ്ടുകൊടുക്കുക, ഇതൊന്നും ഇവിടെ നടപടിയാവണ കേസല്ല. പോരാത്തന്നെ അതൊരു സ്ത്രീയാണ്. സ്ത്രീനൊക്കെ ഇവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചത് ഓർമ്മയുണ്ടാവുള്ളൂ ഇവിടെ ഉള്ളവർക്കൊക്കെ. പിന്നെ ദുബായിനെ കുറിച്ച് അറിയാത്തൊക്കെ ദുബായിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇതുപോലത്തെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ റീലൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളുടെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ദുബായിൽ ആണല്ല പെണ്ണല്ല എല്ലാവർക്കും ഒരുപോലത്തെയാണ് നിയമം. സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കൂടുതലുണ്ടെന്നുള്ളൂ. ദുബായിലത്തെ നിയമം അനുസരിച്ചിട്ട് ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം വരെ തടവ്, പിന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫൈനൊക്കെ കിട്ടും. പബ്ലിക്കായിട്ട് ഇപ്പോൾ മെട്രോയിലോ ബസ്സിലൊക്കെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു മോശമായി പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് പെൺകുട്ടി കൊടുക്കുകയാണെങ്കിൽ അവരാദ്യം ഈ ഒരു ക്യാമറകളൊക്കെ ചെക്ക് ചെയ്യും. അതായത് ബസ്സിലും മെട്രോയിലൊക്കെ ഇഷ്ടംമാതിരി ക്യാമറകളുണ്ട്, എല്ലാം വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഇതിലത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ പറയുന്ന കാര്യം സത്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്കെതിരെ കേസൊക്കെ എടുക്കുള്ളൂ. ബുദ്ധിയുള്ളവരുത്തിനും ദുബായ് പോലത്തെ ഒരു രാജ്യത്ത് കിടന്നിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ടൊന്നും പെരുമാറില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. പിന്നെ ദുബായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണും പെണ്ണും എല്ലാവരും സേഫ് തന്നെയാണ്.